സോ കൊല്ലിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ 352 353 ആണ്. പിന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു അസൗകര്യം കാരണം ഞാൻ ഇന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ അത് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ലാതെ നാളെ ഇടാൻ പോകുന്ന വീഡിയോ എപ്പോഴാണ് റിലീസ് ആവുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അത് എല്ലാ ദിവസവും ഇടാറുണ്ട്. അടുത്ത അറ്റാക്ക് നിന്റെ മാക്സിമം പവർ നീ അറ്റാക്ക് ചെയ്തോളൂ. റിയൂസൺ 7 നിനക്ക് ആവശ്യമായ ബാക്കപ്പ് തരും. അതുകൊണ്ട് ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. റിയോയുടെ പുള്ളിക്കാരന്റെ ആ കണ്ണിലിട്ടിരിക്കുന്ന ആ ഒരു സാധനത്തെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഫയർ ഡ്രാഗൺ വീണ്ടും റീജനറേറ്റ് ചെയ്യും. അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഇതിന്റെ ആവശ്യമുണ്ട്. റിയോ വന്നിട്ട് പുള്ളിക്കാരന്റെ 10 ഗൺസ് യൂസ് ചെയ്യുവാണ്. ആസ്റ്റയുടെ ആന്റി മാജിക് യൂസ് ചെയ്ത് 5 തലയും ഒരു സമയത്ത് തന്നെ വെട്ടിയാലേ ഞങ്ങൾക്ക് ഇവിടെ ജയിച്ചെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കുന്ന എല്ലാം ഞാൻ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്ത് എന്റെ ഉള്ളിലെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് ഞാൻ വഴി തെളിയിക്കും. 500 ഡ്രാഗൺ, നീ കുറെ നാളായിട്ട് ഈ ലാൻഡിൽ ഒരു ശാപമായിട്ട് തുടരുവാണ്. ഇന്ന് ഞങ്ങൾ നിന്നെ കൊന്ന് ഈ ലാൻഡ് പ്യൂരിഫൈ ചെയ്യും. ഫുജി സമയമായി. പുള്ളിക്കാരനപ്പം തന്നെ പുള്ളിക്കാരന്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും പുള്ളിക്കാരന്റെ പവേഴ്സ് എത്തുന്നതുകൊണ്ട് അവർ വീണ്ടും എഴുന്നേക്കാൻ തുടങ്ങും. അവർക്ക് ആവശ്യമായ എനർജി നീ കൊടുത്തുകൊണ്ടിരുന്നു. അത് മാത്രമല്ലാതെ എന്റെ സൗണ്ട് അവരുടെ ഓരോരുത്തരുടെയും കാതിലെത്തണം. അവരെല്ലാവരും ഡ്രാഗന്റെ നേരെ ഓടാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ജോസോടൊക്കെ പറയുന്നുണ്ട്, ജോസോ നീ മെയിൻ സ്ട്രീറ്റിലായിട്ട് പോയിട്ട് നിന്റെ സ്റ്റെൽത്ത് മോഡ് യൂസ് ചെയ്ത് നീ അവിടെ പാത്തിരുന്നു. യൂസുക നിന്റെ നേരെ വരുന്ന ആ ഒരു ഡ്രാഗനെ നേരെ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യും. ഡൈസമൺ നിന്റെ നേരെ വരുന്ന റൈറ്റ് സൈഡിലേക്കും, കൊമാരി നേരെ ബാക്കിലേക്കും, ജോക്കാക്കു നിന്റെ ഫ്രണ്ടിലുള്ള ആ ഡ്രാഗനെ നീ മാക്സിമം അറ്റാക്ക് ചെയ്ത് വലത്തെ സൈഡിൽ താഴത്തേക്ക് ഇടാൻ നോക്കും. ജോസുവ നീ ആ ഡ്രാഗന്റെ മേളിൽ കയറി തലയിൽ നിന്ന് താഴത്തേക്ക് അറ്റാക്ക് ചെയ്യണം. അത് താഴത്തേക്ക് വരണം. ജോസോ അത് ശ്രമിക്കുന്നുണ്ടായെങ്കിലും പുള്ളിക്കാരനെ കൊണ്ടത് നടന്നില്ല. കാരണം മറ്റൊന്നുമില്ല, പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ വൂണ്ടറാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് അനങ്ങാൻ സാധിച്ചില്ല. പുള്ളിക്കാരൻ അവിടെ നിന്നു. ഒരു ഡ്രാഗനായിട്ട് ജോസുവിനെ കൊല്ലാൻ വേണ്ടി വരികയും ചെയ്യും. അതായിരുന്നു അവസാനത്തെ തല. ആ തലയും കൂടെ നേരെ വന്നാൽ മാത്രമേ റിയോയുടെ പ്ലാൻ നടക്കത്തുള്ളൂ. പെട്ടെന്ന് അവിടേക്ക് ഈ ചിക കയറി വരുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിക ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിടന്ന് കാറുന്നുണ്ട്, ആസ്റ്റ ഇനി നിന്റെ കയ്യിലാണുള്ളത്. ആ ഒരു സമയത്ത് ആസ്റ്റ ആ 5 ഡ്രാഗന്റെ തലയെ ഒരേപോലെ പുള്ളിക്കാരന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് മുറിച്ച് കളയുന്നുണ്ട്. ആ ഡ്രാഗനെ മാത്രമല്ല പുറകിലുണ്ടായിരുന്ന ആ ഒരു മേഘങ്ങളും ഫുള്ളും മുറിഞ്ഞു പോകും. വെൽ ഡൺ ആസ്റ്റ, നീ അവസാനം അത് ചെയ്തു. അതേസമയം റിയുവിന്റെ ടെങ്കൻസു പതുക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതായത് അവർ സക്സസ്ഫുള്ളി തന്നെ ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്തു, അതിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. നാട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടുത്തെ ക്ലൗഡ്സ് ഒക്കെ മാറി സൂര്യനെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് മനോഹരമാണെന്ന് നോക്കി. 5 ഡ്രാഗൺസ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ യൂറോക്കോ ഒരു പെർമനന്റ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അതായിരുന്നു ഈ ക്ലൗഡ്സ്. ആസ്റ്റയുടെ ആന്റി മാജിക് അതും ക്ലീൻ ആക്കി. ഞാൻ നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി എത്ര നാളായിട്ട് ശ്രമിക്കുവാണ്. ആസ്റ്റ വളരെ നന്ദിയുണ്ട്. 5 ഡ്രാഗന്റെ തല പൂർണ്ണമായിട്ടും മുറിഞ്ഞ് അവരുടെ ആ ഒരു ക്യാസിലെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ആസ്റ്റ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത് അവനല്ലേ അന്ന് ആ വില്ലേജ് അറ്റാക്ക് ചെയ്തത്? അന്ന് അവൻ മരിച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇവൻ ജീവനോടെ തിരിച്ചു വന്നത്? ഈ സിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടില്ല ആസ്റ്റ. ഇതാ ലൂഷ്യസിന്റെ പണിയാണ്. അവനിപ്പോ മരിച്ചു കിടക്കുന്ന ഗ്രാൻഡ് മാജിക് നൈറ്റ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അറിയൂ. ഇപ്പോഴും എനിക്ക് ക്ലോർ കിങ്ഡത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ലേ? നീ വിഷമിക്കണ്ട ആസ്റ്റ. എന്തായാലും ഇനി 3 ദിവസം കൂടെ ഉള്ളു. നിന്റെ കമ്പാനിയൻസ് ഇല്ലേ ബ്ലാക്ക് ബുൾസ്, അവരുടനെ തന്നെ നിന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കും. അവരെ വിശ്വസിക്കും. അവരെല്ലാരുമോ? അതെ, അവർ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. എനിക്ക് ആ ഒരു വിശ്വാസമാണ്. സോ ഇപ്പൊ നീ മാക്സിമം റിക്കവർ ചെയ്യാൻ നോക്ക്. അത് മാത്രമല്ല, റിക്കവർ ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അത് മറ്റൊന്നുമില്ലായിരുന്നു, ലാൻഡ് ഓഫ് സൺ ഫുള്ള് ആഘോഷിക്കുവാണ്. അവരിങ്ങനെയൊക്കെ കഴിയാൻ നേരത്ത് ഒരു പാർട്ടിയൊക്കെ നടത്തുമായിരുന്നു. അപ്പൊ ആസ്റ്റയ്ക്ക് കുറെ അധികം ഫുഡ് കൊടുത്തുകൊണ്ട് അവർ എല്ലാവരും അടിച്ച് പൊളിക്കുവാണ്. റിയൂസാൻ, നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയാമായിരുന്നു ആസ്റ്റ് എവിടേക്ക് വന്ന് ആ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യും, ഈ സ്കൈ ഒക്കെ ക്ലിയർ ചെയ്യുമെന്ന്. ഇല്ല, അതെനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കും കുറേയധികം സ്റ്റോറീസ് ഉണ്ട്, അതേപോലെ അവനും കുറേയധികം സ്റ്റോറീസ് ഉണ്ട്. അത്രമാത്രം, അല്ലാതെ വേറൊന്നും എനിക്കറിയാൻ മേല. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ബ്രദർ അല്ലല്ലോ ഞങ്ങളുടെ ക്ലാനെ ഡിസ്ട്രോയ് ചെയ്തത്? പുള്ളിക്കാരൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ആസ്റ്റ് കിടന്ന് കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ ആദ്യമായിട്ട് സേക്ക് കുടിച്ചു, അതായത് ആൽക്കഹോൾ കുടിച്ചു. ഈ ചിക അപ്പൊ അവിടേക്ക് നടന്നു വന്നിട്ട് ആസ്റ്റോട് പറയുന്നുണ്ട്, അത് ഞാൻ നിനക്ക് ഒഴിച്ചു തരാം. എന്നിട്ട് പുള്ളിക്കാരി പറയുകയും ചെയ്യും, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്റെ ബെനഫാക്റ്റിനെ കുറിച്ച് മോശമായ പലതും പറഞ്ഞു. ആശ ഞെട്ടിത്തെറിച്ച് കണ്ണും വെച്ച് ഈ ചിക്കനെ നോക്കി നിൽക്കും. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതൊന്നുമില്ല, അത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നീ അത് അഡ്മിറ്റ് ചെയ്തല്ലോ, അത് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. നീ എന്നെ ഒരു കൊച്ചിനെ പോലെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിക അവിടുന്ന് പതുക്കെ പോകുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഡൈസമോനും കൊമാരിയും അവിടേക്ക് വരും. അവരുടെ കൂടെ ആ ഒരു ഒച്ചാമി ഡോൾ ഉണ്ടായിരുന്നു. ആ ഡോളിനെ കുറിച്ചുള്ള ചെറിയൊരു കഥ അവിടെ പറയുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഫുഡൊക്കെ കുറഞ്ഞിരുന്നു. അന്ന് ഈ ഒച്ചാമ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ നാടിനെ ഫുള്ള് രക്ഷിച്ചു. പുള്ളിക്കാരി കുറെ അധികം ഫുഡ് തന്നു. അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു ദൈവത്തിനെ പോലെയാണ് ഒച്ചാമി ഡോൾ. നമ്മുടെ യൂസുക അവിടേക്ക് വന്ന് ആ സ്റ്റേയുടെ തോളത്ത് കൈയിട്ട് പറയുന്നുണ്ട്, എടാ പിന്നെ നിന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നെ കേട്ടാ. ആൾക്ക് ഫ്ലെയിം യൂജറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്കൊരാളറിയാം, പക്ഷെ അത് പറഞ്ഞ അത്ര നല്ലതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മറ്റാരുമല്ല, മറിയ ലീവനെയാണ് നമ്മുടെ ആസ്റ്റയുടെ മനസ്സിൽ കിടക്കുന്നത്. പെട്ടെന്ന് ആസ്റ്റയ്ക്ക് ഛർദ്ദിക്കാൻ വരും. പുള്ളിക്കാരെ ഛർദ്ദിക്കാൻ പോകാൻ നമ്മുടെ കേസുക്കൊക്കെ അവിടേക്ക് വന്നിട്ട്, എന്ത് നിനക്കെന്നെ കള്ളു കുടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റയുടെ നേരെ സോഡും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഡൈസമൻ പെട്ടെന്ന് തന്നെ ആസ്റ്റനെ പൊക്കി
പൊക്കി പിടിച്ചിട്ട് നേരെ ഹോട്ട് സ്പ്രിംഗിലേക്ക് പോകും. കാരണം അതിൻ്റെ അകത്തൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി രസമായിരിക്കും. അങ്ങനെ അവർ നടന്ന് ഹോട്ട് സ്പ്രിംഗിന്റെ വാതിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഡൈസോൺ പറയും, അയ്യോ ഞാനൊരു ടവൽ എടുക്കാൻ മറന്നു, ആസ്റ്റ നീ കയറിക്കോ ഞാൻ വന്നേക്കാന്ന് പറയും. ആസ്റ്റ തുള്ളിച്ചാടി നേരെ ഹോട്ട് സ്പ്രിംഗിലേക്ക് പോവുകയും ചെയ്യും. ആസ്റ്റ വളരെയധികം റിലാക്സ്ഡ് ആണ്. അതിനകത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ആസ്റ്റയ്ക്ക് പകുതി ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീൽ ആയിരുന്നു. എന്നാൽ ആസ്റ്റ കണ്ണ് തുറക്കാൻ നേരത്ത് കാണുന്നത് നമ്മുടെ ഈ ചിക അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആസ്റ്റ പേടിച്ചു പോകും. ആസ്റ്റ ഉറപ്പിച്ച് അവളിപ്പം എന്നെ വെട്ടിക്കൊല്ലുമെന്ന്. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് നാണം വന്നിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ ആസ്റ്റയ്ക്ക് മനസ്സിലായി ഇപ്പോഴാണ് പറ്റിയ ടൈം എന്ന് പറഞ്ഞിട്ട് ആസ്റ്റ നേരെ അവിടെ നിന്ന് തോടുകയും ചെയ്യും. അപ്പോഴാണ് ഡൈസ് പോയി ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വുമൻസിന് വേണ്ടി റിസർവ് ആയിരുന്നു, ഞാൻ ആ കാര്യം മറന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആസ്റ്റ നൈസിൽ നടക്കാൻ ഇറങ്ങി. അവിടെ വെച്ച് ഈ ചിക്കനെ കാണുകയും ചെയ്യും. ആസ്റ്റ കിടന്ന് പമ്മുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക ചിക, ഞാൻ അറിഞ്ഞോട്ടല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പമ്മുന്നുണ്ട്. എന്ത് കുന്താണെങ്കിലും കൊള്ളാം, അതിനുള്ള റെസ്പോൺസിബിലിറ്റി നിനക്ക് മാത്രമാണെന്ന്. റെസ്പോൺസിബിലിറ്റിയാ അത്? നിന്റെ നാട്ടിൽ ഒരു ഹ്യൂജ് ഫൈറ്റ് നടക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എനിക്ക് ഉറപ്പാണ് നീ എന്തായാലും ചുമ്മാ കുത്തിയിരിക്കുന്ന ടൈപ്പ് അല്ലെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പ്രാക്ടീസ് തുടങ്ങി. അത് പറയാൻ നേരത്ത് നമ്മുടെ റീയൂസൺ സെവിലുള്ള എല്ലാ അംഗങ്ങളും അവിടെയുണ്ട്. അവരെല്ലാവരും ആസ്റ്റയുമായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ആസ്റ്റയും വളരെയധികം സന്തോഷത്തിലാണ്. അവരെല്ലാവരുമായിട്ട് ട്രെയിൻ ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് ഓർക്കാൻ നേരത്ത്. ഇനി വെറും 3 ദിവസം കൂടെയുള്ളൂ ജഡ്ജ്മെന്റ് ഡേക്ക് വേണ്ടി. അങ്ങനെയാണ് ചാപ്റ്റർ 353 ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കിടിലൻ ഫൈറ്റ് ആണ്. അത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാനും പാടില്ല.